കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയെങ്കിലെ സന്തോഷം എന്നും നമ്മുടെ ബലമായിരിക്കണം. ഏത് കാലഘട്ടത്തിലും കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ എന്ന പൗലോസ്ലീഹ പറഞ്ഞത് സാഹചര്യങ്ങൾ അനുകൂലമായ സമയത്തല്ല, റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും തന്നെ വിളിച്ചവനാരാന്നും തൻ്റെ ലക്ഷ്യം എന്താണെന്നും ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. മനുഷ്യമായ ശക്തി ചിലപ്പോൾ ബലഹീനത ഒക്കെ നേരിടുമ്പോഴും അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് മറ്റിടത്ത് പറയാനുള്ള കാര്യം അതാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ കാര്യങ്ങൾ അനുകൂലമാകുമ്പോഴേ നമ്മൾ തയ്യാറാവും. ഇല്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കും, സംശയിക്കും, നിരാശപ്പെടും, വിഷാദം നമ്മുടെ അകത്തുണ്ടാകും, ദൈവത്തോട് വിരോധം ഉണ്ടാകും. അങ്ങനെയാവരുത്. ദൈവം ദോഷങ്ങളാൽ ഒരിക്കലും പരീക്ഷിക്കുന്ന ദൈവമല്ല. ചിലതിലൂടെയൊക്കെ നമ്മളെ കടത്തിവിടുന്നത് ആത്മാവിൽ കരുത്തോടെ, ശക്തിയോടെ, ബലത്തോടെ, നിയോഗത്തോടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ദൈവം ആരെയും തകർക്കുന്ന ദൈവമല്ല, തകർന്നതിനെ പണിയുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നതിനെ നിവർത്തുന്ന ദൈവം, എളിയവനെ പീഡയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രന്മാരെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ സ്ഥാനത്തിന്, കുപ്പയിൽ നിന്ന് ഉയർത്തി സ്ഥാനത്തിന് വ്യത്യാസം നോക്കൂ. കുപ്പ എവിടെ, പ്രഭുക്കന്മാരുടെ പൊസിഷനോടെ ആ ഒരു സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്താൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമാണ്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദിന് പറയാൻ കഴിയും. കുടുംബത്തിലുള്ളവരൊക്കെ ദാവീദിന് പ്രാധാന്യം കൊടുത്തില്ല, ഇല്ലേ? അഭിഷേക തല ഒഴിക്കാൻ നേരത്ത് കുടുംബത്തിലുള്ള എല്ലാ തലമുറകളെയും വരുത്താൻ പറഞ്ഞപ്പോഴും മക്കളെല്ലാം വരുത്താൻ ഒരുത്തനെ മാത്രം വരുത്തിയില്ല. അവൻ ആടുകളുടെ പുറകെയാണ് എന്ന് പറഞ്ഞ് അവന് പ്രാധാന്യം കുടുംബക്കാർ കൊടുത്തില്ല. പക്ഷെ വാഗ്ദത്തമുള്ളവനെ കാട്ടിൽ നിന്ന് സിംഹാസനത്തിലെത്തിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നീ എവിടെ കിടന്നാലും നിന്നെ എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കും. ആർക്കും അത് തടഞ്ഞു വെക്കാൻ സാധ്യമല്ല. കുടുംബക്കാരോ കൂട്ടുകാരോ ചർച്ചക്കാരോ അധികാരങ്ങളോ തടഞ്ഞാൽ നിൻ്റെ വാഗ്ദത്തം തടയപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ യോസഫിനെ വീട്ടുകാരല്ലേ എതിർത്തത്? ഇവൻ്റെ ദർശനം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ സഹോദരന്മാർ അവനെ ഒതുക്കാൻ വേണ്ടി 30 അടി താഴ്ചയുള്ള പൊട്ടക്കുഴിയിലേക്ക്, കിണറിനകത്തേക്ക് എടുത്തെറിഞ്ഞില്ലേ? ഇവൻ്റെ ദർശനം നടക്കുന്നതെന്ന് കാണട്ടെ. പക്ഷെ ദർശനം നൽകിയത് ദൈവമാണെങ്കിൽ സഹോദരങ്ങളല്ല, കാരാഗ്രഹമല്ല, ഏതൊക്കെ ശക്തികളിൽ വന്നാലും ദർശനത്തിൻ്റെ എൻഡിലെത്തും. അത് സമാപ്തിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് സമയം തെറ്റത്തില്ല. അത് നടക്കും നിശ്ചയം. വിളിച്ചു പറയാമോ? അപ്പോഴാണ് എതിരാളികൾ വരുന്നത്. നടപ്പിലാക്കാതിരിക്കും. നോക്കൂ, യേശുവിന് ക്രൂശീകരണത്തിന് ശേഷം കല്ല് വെച്ചില്ലേ, മുദ്ര വെച്ചില്ലേ? ഏറ്റവും വലിയ സെക്യൂരിറ്റി റോമിലെ സെക്യൂരിറ്റിയാണ് ആ കാലഘട്ടത്തിൽ. പട്ടാളക്കാർ ശക്തരാണ്. പക്ഷേ അവരെന്താ ചെയ്തത്? ഉയർപ്പിനെ തടയാൻ, വാഗ്ദത്തം പറഞ്ഞതിനെ പുറത്തു വരുത്താതിരിക്കാൻ. യേശു എല്ലായിടത്തും ശക്തമായി പ്രസംഗിച്ചു, 3 ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തു വരും. പക്ഷെ ആ ഒരു ഉയർപ്പിനെ അവർ പറഞ്ഞില്ലേ, ആ ചതിയൻ ജീവനോടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞതിനെ, അവൻ്റെ വെളിപ്പാടിനെ, വാഗ്ദത്തത്തെ നമുക്ക് പിടിച്ച് കെട്ടണം. പക്ഷേ തെറ്റുപറ്റി റോമാ ഗവൺമെൻറ് നിങ്ങളല്ല വാഗ്ദത്തമുള്ള അഭിഷേകമുള്ളവൻ്റെ വാഗ്ദത്തത്തിന് മാർക്കിടുന്നത്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഏതൊക്കെ ശക്തികൾ എതിരായി നിന്നാലും, ഏതൊക്കെ വെല്ലുവിളികൾ വ്യാപിച്ചു നിന്നാലും അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മരണമേ പാതാളമേ തടയാമെങ്കിൽ തടഞ്ഞോ എന്ന് പറഞ്ഞ് യേശു പുനരുത്ഥാനം ചെയ്തപ്പോൾ ആരാ തടഞ്ഞു നിർത്തിയത്? പരസ്യമായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടില്ലേ? ഒരു ഗ്രൂപ്പിന് പ്രത്യക്ഷപ്പെട്ടില്ലേ?
ലോകത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷവും ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നുവെന്ന് യോഹന്നാനോട് കർത്താവ് പറയാനുള്ള കാരണം ആർക്കും എൻ്റെ ഉയർപ്പിനെ തടയാൻ പറ്റില്ല. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മ ശക്തിയോടെ വിളിച്ചു പറയുന്നു, വാഗ്ദത്തമുള്ളതിനെ തടഞ്ഞു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ നടക്കത്തില്ലെന്ന് ദൈവാത്മാവ് നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി വളരെ സുപരിതമായൊരു വാക്യം, യെശയ്യാപ്രവചനം 58:6 വാക്യം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിടുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ഉപവാസത്തെ പറ്റിയാണ് ഇത് തൊട്ട് മുമ്പത്തെ വാക്യം വായിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരുവൻ വരണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം എന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. ന്യായമല്ലാതെ കൊണ്ടുവന്നിട്ട സകല ബന്ധനങ്ങളെയും നമ്മൾ ആത്മാവിൽ അഴിക്കണം. ന്യായമല്ലാത്ത, ദൈവഹിതമില്ലാത്ത, നിയമത്തിനു വിരോധമായി കൊണ്ടുവരുന്ന സകല ദുഷ്ടസിംഹാസനങ്ങളെയും പരിശുദ്ധാത്മാവിൽ തകർത്തെറിയാൻ തൻ്റെ ജനം ഈ ദിവസങ്ങളിൽ തയ്യാറാവണം. മൂവ് ചെയ്യാൻ കഴിയാതെ ചില അമിക്കയറുകൾ, നമുക്കറിയാം, ഒരു കാളയോ മറ്റ് മൃഗങ്ങളെയൊക്കെ നയിക്കുമ്പോൾ ഒരു അമിക്കയർ മുക്കിക്കെട്ടും. എന്നിട്ട് അതിൻ്റെ നിയന്ത്രണം ഉപയോഗിക്കുന്നവർ ഉടമസ്ഥൻ്റെ കയ്യില. ഇതുപോലെ പിശാചിൻ്റെ കയ്യിലുള്ള ചില നിയന്ത്രണങ്ങളുടെ കയറുകളെ പൊട്ടിച്ച് കളയാൻ, എറിഞ്ഞു കളയാൻ, കത്തിച്ച് കളയാൻ ദൈവമക്കൾ ആത്മാവിൽ എഴുന്നേൽക്കണം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ചില അമിക്കയറുകൾ, അതിനെ അഴിക്കാൻ, നുകത്തെ തകർക്കാൻ, ചില നുകങ്ങൾ വെച്ചതുകൊണ്ട് നിവരാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ, വചനം ധ്യാനിക്കുമ്പോൾ മയക്കങ്ങളും ക്ഷീണങ്ങളും കൊണ്ടുവന്ന് അഭിഷേകത്തോടെ ആരാധനയ്ക്ക് വിരാമമിടുന്ന സകല ദുഷ്ടശക്തികളും നിങ്ങളുടെ ഭാവിക്കും തലമുറകൾക്കും, അഭിഷക്തന്മാരെ അറിയാതെ വന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ദൈവസഭകളിൽ നിന്ന് ശാസിക്കപ്പെടാൻ, ആ നുകക്കയറുകളെ അഴിക്കാൻ, ഗുരുവിനാവശ്യമുള്ളതിനെ കെട്ടിയിടപ്പെടാനുള്ളതല്ല, ഗുരുവിനാവശ്യമുള്ളതിനെ അഴിച്ചു കൊണ്ടുവരാൻ ഒരു നിയോഗം പ്രാപിക്കാൻ ദൈവസഭ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. വാഗ്ദത്തമുള്ളതിനെ കെട്ടിയിടപ്പെടേണ്ടതല്ല, വാഗ്ദത്തമുള്ളത് പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചെന്ന് ദൈവാത്മാവ് ശക്തമായി ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ ജനത്തോട് ദൂതറിയിക്കുന്നു. എല്ലാ നുകത്തെയും തകർക്കണം. നുകം വെച്ചാൽ നിനക്ക് നിവരാൻ പറ്റില്ല. നുകം വെച്ചാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നുകം വെച്ചാൽ നീ ഒതുക്കപ്പെടും. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, പുഷ്ടി നിമിത്തം സകല നുകങ്ങളും തകർന്നു പോകും. അഭിഷേകം നിമിത്തം, ആത്മാവിൻ്റെ സ്വാധീനം നിമിത്തം, ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണമോ, സകല നുകങ്ങളും, അന്യായമായി വെച്ച നുകങ്ങൾ, അവിശ്വാസത്തിൻ്റെ നുകങ്ങൾ പൊട്ടിമാറട്ടെ. പാരമ്പര്യങ്ങളുടെ നുകങ്ങൾ പൊട്ടിമാറട്ടെ. ദുഷ്ടസിംഹാസനങ്ങളുടെ നുകങ്ങൾ പൊട്ടിമാറട്ടെ. വെല്ലുവിളികളുടെ നുകങ്ങൾ പൊട്ടിമാറട്ടെ. രോഗബാന്ധവങ്ങളുടെ നുകങ്ങൾ പൊട്ടിമാറട്ടെ. അസ്വസ്ഥമാക്കുന്ന സകല നുകങ്ങളും നിന്നെ പിടിച്ച് റൂമിനകത്ത് ഒതുക്കുന്നത് പോലെ നിൻ്റെ വാഗ്ദത്തങ്ങളെ പുറത്ത് വരുത്താൻ കഴിയാതെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ചില ദുഷ്ടശക്തിയുടെ നുകങ്ങൾ ഇന്ന് പകലഴിക്കാൻ തൻ്റെ ജനമാത്മാവിൽ എഴുന്നേൽക്കണം. സ്തോത്രം. വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുന്നു. നുകത്തിൻ്റെ അമിക്കറുകളെ അഴിക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. നുകങ്ങൾ തകരുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങും.
ദൈവശക്തി ഇറങ്ങും, സ്വാതന്ത്ര്യം ദൈവം നൽകും. സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയെങ്കിൽ പിന്നെയും എങ്ങനെയാണ് കുടുങ്ങിപ്പോകുന്നത്? പിന്നെയും എങ്ങനെയാണ് പഴയതിലേക്ക് പോകുന്നത്? പിന്നെ എങ്ങനെയാണ് പഴയ ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? എന്നാൽ നമ്മളറിയാതെ, നമ്മൾ ഉറങ്ങിയപ്പോൾ, നമ്മൾ മയങ്ങിയപ്പോൾ, ആത്മാവിൽ ക്ഷീണിച്ചപ്പോൾ കൊണ്ടുവന്നു വെച്ച സകല നുഖങ്ങളും ഇന്ന് പകൽ ജനം ഉണരട്ടെ. ഒരു സിംഹിയെപ്പോലെ എഴുന്നേൽക്കട്ടെ. ചാടി വീഴേണ്ട ദുഷ്ടശക്തികളെ ചാടി വീണ് ഒരു ജയം കൽപ്പിക്കപ്പെടാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരമേറ്റ് വരാൻ പോകുക. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാണോ? നിങ്ങൾ മൂവ് ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ആരാധനയെ ഒതുക്കുന്ന മണ്ഡലത്തെ ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ സമയം കിട്ടാതെ ടെൻഷനുകൾ കൊണ്ടുവന്ന് ബലഹീനമാക്കുന്നതിനെ പൊട്ടിച്ചെറിയാൻ ദൈവസഭ തയ്യാറാകട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. സകല നുഖങ്ങളെയും പൊട്ടിച്ചെറിയാൻ, ആരാധനകളെ തകർക്കുവാൻ, സിംഹാസനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, വ്യക്തത്വമുള്ളതിനെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അങ്ങയുടെ മുൻപാകെ കൊണ്ടുവരുന്നു. വലിയ മിറുക്കൾ ദൈവം ചെയ്യണം. അവിടുത്തെ ആത്മാവിനോട് സംസാരിക്കും. വലിയ വിടുതലുകൾ ദൈവം ചെയ്തിരിക്കാൻ സ്തോത്രം. കൃപ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സൗഖ്യവും ദൈവിക സമാധാനവും അവിടെ നൽകിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അങ്ങയുടെ പാദപീഠത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വത്സല സഹോദരങ്ങളെ, ഈ ദൂതേറ്റെടുക്കൂ. സകല അന്യായ ബന്ധനങ്ങളും അഴിക്കാൻ തയ്യാറാവണം. കൈകൾ പൊട്ടിച്ചെറിയണം. ഒരു ശക്തിക്കും നമ്മുടെ മേൽ സ്വാധീനമുണ്ടാകരുത്. ദൈവം നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. നുഖമല്ല നമ്മുടെ മേലിരിക്കേണ്ടത്, ദൈവത്തിൻ്റെ പെട്ടകമാണ് നമ്മുടെ തോളിലിരിക്കേണ്ടത്. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു